കണ്ണൂർ വാരിയേഴ്സിന് ഒരു വിജയം അനിവാര്യമാണ്. വിജയത്തിലേക്കുള്ള വഴി തേടി കോച്ച് തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിക്കുമ്പോൾ ഇന്ന് പ്രധാനമായും കാണുന്നത് മധ്യനിരയിലെ ആ മാറ്റങ്ങളാണ്. മധ്യനിരയിൽ ചുക്കാൻ പിടിക്കാനായി ഡിഫൻസീവ് മിഡ്ഫീൽഡറായി അർജുൻ എത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ് കോച്ച് അർജുനിൽ അർപ്പിച്ചിരിക്കുന്നത്? കോച്ചിന് എന്നിൽ നല്ല വിശ്വാസമുണ്ട് അവിടെ അതുകൊണ്ടാണ് എന്നെ ഇപ്പോൾ അവിടെ കളിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്ന് മസ്റ്റ് വിൻ മാച്ചാണ്, ഇനി അടുത്ത 2 മാച്ചുകൾ. അപ്പോൾ കോച്ചിന് നല്ല വിശ്വാസമുണ്ട് നമ്മളെ. അതെ, കണ്ണൂരിലെ കാണികളൊരു ജയം ആഗ്രഹിക്കുമ്പോൾ നേരത്തെ നമ്മൾ ഫ്ലോയിഡുമായിട്ട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു തൃശ്ശൂരിന് വേണ്ടി വിങ് കളിച്ചുകൊണ്ടിരുന്ന ഒരു താരമാണ് ഇപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നത്. ഏത് പൊസിഷൻ കളിക്കാനാണ് ഏറ്റവും അധികം ഇഷ്ടം? ഞാൻ ശരിക്കും മിഡ്ഫീൽഡറാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം കോച്ച് എന്നെ വിങ്ങറിലിട്ട് കളിപ്പിച്ചതാണ്. മിഡ്ഫീൽഡിൽ ഫോറിനേഴ്സ് ആയിരുന്നപ്പോൾ എന്നെ വിങ്ങറാക്കി. പിന്നെ അതെ, ഒരു മിഡ്ഫീൽഡിൽ ഫോറിനേഴ്സ് വന്നപ്പോൾ വിങ്ങിലാക്കി. ആ ഒരു പൊസിഷനിൽ നന്നായി കളിച്ചു, നല്ല പ്രകടനമായിരുന്നു. ഈ വർഷം പുതിയൊരു ടീം, പുതിയ ടീംമേറ്റ്സ്, പുതിയ തന്ത്രങ്ങൾ, ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറാണെന്ന് ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. കോമ്പറ്റീഷൻ നമ്മൾ കാണുന്നുണ്ട്. ചില മത്സരം അകത്ത്, ചില മത്സരം പുറത്ത്, ബെഞ്ചിലിരുന്ന അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. റെഡിയാകുമ്പോൾ, വിളി വരുമ്പോൾ റെഡിയായിട്ട് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു മനോഭാവം ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ 11-ൽ കളിക്കുമ്പോഴും ബെഞ്ചിൽ നിന്ന് വരുമ്പോഴുമുള്ള വ്യത്യാസം? അല്ല, ഗ്രൗണ്ടിൽ നമ്മൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. പിന്നെ കോച്ചിൻ്റെ ഓരോ പ്ലാനുകൾ, അപ്പോൾ അത് അതിൻ്റെ ഇതിൽ വിഷമം അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ അർജുൻ, താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളിയായിട്ട് ഇന്ന് കളിച്ച് ജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.